പോലീസ് സേനയിൽ തന്നെ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടതാണ്. അതിൽ ഒരാളായിരുന്നു ADGP MR അജിത് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അവസാനമായിട്ട് നമ്മൾ കണ്ടതാണ് എക്സൈസിലേക്ക് മാറ്റുന്നത്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹത്തിന് മാറ്റം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി CPM ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ CPMന്റെ കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്ന എപ്പോഴാണ്? UDFന്റെ കാലഘട്ടത്തിലാണ്. കോടതി വരെ പറഞ്ഞു ഇതിന്റെ തെളിവുകൾ കൊണ്ടുവരൂ. ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ട കാര്യമാണ്. വിഷ്വൽ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് കഴിയില്ല. കേസ് അന്വേഷിച്ച് ബാക്കി വിഷ്വൽസ് കൊണ്ടുവരൂ, തുരന്വേഷണം നടത്തൂ എന്ന് പറഞ്ഞ് കോടതി തന്നെയാണ് ഇതിന് മുന്നിട്ട് നിന്നത്. ആ സാഹചര്യത്തിൽ അത് അത്രയും താമസിപ്പിച്ചു കൊണ്ടുപോയത് LDF ഗവൺമെന്റ് ആയിരുന്നു. യഥാർത്ഥത്തിൽ ഈ തവണയും LDFന്റെ ഒരു ഗവൺമെന്റ് ആയിരുന്നു വരുന്നതെങ്കിൽ ഇത് എങ്ങും എത്താതെ പോകേണ്ട ഒരു കേസാണ്. ഒരു അന്വേഷണവും ഇതിന്റെ മേലിൽ നടക്കാത്തൊരു കേസായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ UDF അധികാരത്തിൽ വന്നു. പിന്നീട് കണ്ടതൊരു നാടകീയ രംഗങ്ങൾ തന്നെയാണ്. കേരളത്തിലെ മുഴുവൻ പോലീസ് സേനയും പിണറായി വിജയന് വേണ്ടിയിട്ട് പാർട്ടി കമ്മിറ്റി അംഗങ്ങളെ പോലെ പെരുമാറിയിരുന്ന എല്ലാ പോലീസുകാരും അവരുടെ യഥാർത്ഥ മുഖത്തിലേക്ക് തിരിച്ചു വരുന്നു, യഥാർത്ഥ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുന്നു, ഒരു പോലീസുകാരനായിട്ട് മാറും.